1980 കാലഘട്ടത്തിൽ അമേരിക്കയിലെ ടെക്സാസിൽ പ്രായമായ 2 സ്ത്രീകൾ മരണപ്പെടുന്നു. 83 വയസ്സുള്ള കോർഡേലിയ നോർട്ടനും 75 വയസ്സുള്ള കാതറിൻ നോർട്ടനും. നടന്നിരിക്കുന്നത് ഒരു സ്വാഭാവിക മരണമാണെന്ന് കരുതി അവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇവരുടെ മരണങ്ങൾ കൊലപാതകങ്ങളാണോ എന്നുള്ള സംശയമുയരുന്നു. പക്ഷേ മൃതദേഹം ദഹിപ്പിച്ചതിനാൽ ഒരു പിടി ചിതാഭസ്മം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ടെക്സാസിലെ ഒരു ഫോറൻസിക് സയന്റിസ്റ്റ് ആ ചിതാഭസ്മം പരിശോധിച്ച് നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? എന്നാൽ അങ്ങനെയൊരു കേസാണിത്. യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ കൊലപാതകം നടത്തിയത്? ഒരു പിടി ചിതാഭസ്മത്തിൽ നിന്ന് പോലും നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് എങ്ങനെയാണ്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ടെക്സാസിലെ സാൻ ആഞ്ചലോ. എണ്ണഖനികളും പരുത്തിപ്പാടങ്ങളും നിറഞ്ഞ അസഹ്യമായ ചൂടനുഭവപ്പെടുന്ന ഒരു പട്ടണം. 2020 സെൻസസ് പ്രകാരം 100,000-നടുത്താണ് സാൻ ആഞ്ചലോയിലെ ജനസംഖ്യ. അമേരിക്കയിലെ തന്നെ വളരെ കുറവ് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഇത്. അതിനാലാണ് ഈ പ്രദേശത്ത് ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നത്. ചൂട് കൂടിയ സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ 1980 കാലഘട്ടത്തിൽ എയർ കണ്ടീഷനിംഗ് ബിസിനസ് ആയിരുന്നു സാൻ ആഞ്ചലോയിൽ ലാഭകരമായി നടത്താൻ പറ്റിയ ബിസിനസ്സുകളിലൊന്ന്. AC-കൾ വിൽപ്പന നടത്തുകയും അതിന്റെ സർവീസ് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുന്ന നിരവധി ഏജൻസികൾ സാൻ ആഞ്ചലോയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഏജൻസിയുടെ ഉടമകളായിരുന്നു ഓൾജി നോബിൾസും ഭാര്യ ലീറ്റ നോബിൾസും. അത്യാവശ്യം പ്രായമായവരായിരുന്നു ഇരുവരും. അതിനാൽ തിരക്കേറിയ ബിസിനസ്സും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അവരിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പുറമേ നിന്നും നോക്കുന്നവർക്ക് ഇവരെങ്ങനെയാണ് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചത് എന്ന് സംശയം തോന്നും. കാരണം സ്ഥിരമായി വഴക്കിടുന്നവരായിരുന്നു ഇരുവരും. ഓൾജിയാണെങ്കിൽ അമിതമായി മദ്യപിക്കുകയും ചെയ്യും. അങ്ങനെയിരിക്കെ 70-ാം വയസ്സിൽ ഓൾജി നോബിൾസ് മരണപ്പെടുന്നു. മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തൊട്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അദ്ദേഹം പ്രയാസം അനുഭവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്നാൽ ഓൾജി നോബിൾസ് മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലീറ്റ നോബിൾസും അസുഖബാധിതയായി. നിരന്തരമായുള്ള വൊമിറ്റിങ്ങും വയറുവേദനയും ശരീരം മൊത്തത്തിൽ തളർന്നു പോകുന്നതുമായിരുന്നു ലീറ്റയുടെ രോഗലക്ഷണങ്ങൾ. ഒരു ഘട്ടത്തിൽ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയതോടെ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഡോക്ടേഴ്സിന്റെ പരിശോധനയിൽ അസാധാരണമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1-2 ദിവസത്തിനുള്ളിൽ അസുഖം ഭേദമായതോടെ അവരെ ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലീറ്റ നോബിൾസ് വീണ്ടും അസുഖബാധിതയായി. ഇത്തവണ അവരുടെ ശരീരത്തിൽ പുതിയൊരു രോഗലക്ഷണം കൂടി കാണാൻ തുടങ്ങി. കൈകളിലെയും കാലുകളിലെയും വിരലുകൾ ഒന്നനക്കാൻ പോലും കഴിയാത്ത വിധം മരവിക്കുന്നതായിരുന്നു ലക്ഷണം. ഇതോടെ അവരെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇത്തവണ കാര്യങ്ങൾ അത്ര നോർമൽ അല്ല എന്നും അവരുടെ ശരീരത്തിൽ കാര്യമായ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്നും ഡോക്ടേഴ്സിന് മനസ്സിലായി. ഇതോടെ നിരവധി ടെസ്റ്റുകൾ നടത്തി നോക്കി. പരിശോധനാ ഫലം ഭയപ്പെടുത്തുന്നതായിരുന്നു. ലീറ്റ നോബിൾസിന് വിഷബാധയേറ്റിരിക്കുന്നു. അതും സാധാരണ വിഷമല്ല, മാരക വിഷമായ ആഴ്സനിക്കാണ്. രുചിയോ മണമോ ഇല്ലാത്ത ഒരു രാസവസ്തുവാണ് ആഴ്സനിക്. മുൻപ് എലിവിഷത്തിലെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു മാരക വിഷം. ഇത് മനുഷ്യന്റെ ജീവനും അപകടത്തിലാക്കുമെന്നുള്ളതിനാൽ ഇപ്പോൾ എലിവിഷത്തിൽ പോലും ഉപയോഗിക്കുന്നില്ല. അങ്ങനെയൊരു വിഷമാണ് ലീറ്റയുടെ ശരീരത്തിലെത്തിയിരിക്കുന്നത്. ലീറ്റ നോബിൾസിന്റെ അതിശയിപ്പിക്കുന്ന പ്രതിരോധശേഷി ഒന്നുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ നഷ്ടമാവാതിരുന്നത്. ഒരു കൊലപാതക ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നുള്ള സംശയത്തിന്റെ പുറത്ത് ഹോസ്പിറ്റൽ അതോറിറ്റീസ് പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് ലീറ്റ നോബിൾസിന്റെ വിശദമായ മൊഴിയെടുത്തു. താൻ സംശയിക്കുന്നത് തന്റെ ഭർത്താവിനെ തന്നെയാണെന്നും അയാൾ മാത്രമേ എന്നോട് ശത്രുതയോടെ പെരുമാറിയിട്ടുള്ളൂ എന്നുമായിരുന്നു ലീറ്റയുടെ മൊഴി. ഈ മൊഴി പോലീസുകാരെ ശരിക്കും ഞെട്ടിച്ചു. കാരണം മരിച്ചുപോയ ഒരാൾ എങ്ങനെ ഇത് ചെയ്യും? ഓൾജി നോബിൾസ് മരണപ്പെട്ടതിന്റെ അടുത്ത ദിവസം തൊട്ട് തന്നെ തനിക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു എന്നും അതിനാൽ അയാൾ മരിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് വിഷം നൽകിയിട്ടുണ്ടാവാനാണ് സാധ്യത എന്നുമാണ് ലീറ്റ പറയുന്നത്. ഇതോടെ മറഞ്ഞുകിടക്കുന്ന ആ സത്യം പുറത്തു കൊണ്ടുവരാൻ ഫോറൻസിക് സയന്റിസ്റ്റുകൾ വ്യത്യസ്തമായ ഒരു മാർഗം സ്വീകരിച്ചു.
ലീറ്റ നോബിൾസിന്റെ മുടിയിൽ നിന്നും തെളിവുകൾ കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിലെ ചില രഹസ്യങ്ങൾ മുടിയിലും ചിലപ്പോൾ നഖങ്ങളിലുമെല്ലാം ഒളിഞ്ഞിരിക്കും. പ്രത്യേകിച്ച് ആഴ്സനിക് പോലുള്ള വിഷങ്ങൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് മുടികളിൽ വന്ന് അടിഞ്ഞുകൂടും. ഒരു മനുഷ്യന്റെ മുടി മാസത്തിൽ ഏകദേശം 1/2 ഇഞ്ചാണ് വളരുക. അങ്ങനെയാണെങ്കിൽ ആഴ്സനിക് വിഷബാധയേറ്റ ഒരാളുടെ മുടി പരിശോധിച്ചാൽ അതിൽ ഏത് ഭാഗത്താണോ വിഷത്തിന്റെ സാന്നിധ്യം കാണാൻ കഴിയുന്നത് അത് വെച്ച് വിഷബാധയേറ്റ ടൈം കണ്ടെത്താൻ കഴിയും. ലീറ്റ നോബിൾസിന്റെ മുടിക്ക് 3 ഇഞ്ച് നീളമുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 6 മാസത്തെ ചരിത്രം അവരുടെ മുടിയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ചുരുക്കം. ഫോറൻസിക് സയന്റിസ്റ്റുകൾ ലീറ്റ നോബിൾസിന്റെ മുടിയുടെ ഓരോ 1/2 ഇഞ്ച് ഭാഗവും വേർതിരിച്ച് പരിശോധനകൾ നടത്തി. ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് എന്ന അന്നുകാലത്തെ അത്യാധുനിക ടെക്നിക്കാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. പരിശോധനാ ഫലം നടുക്കുന്നതായിരുന്നു. ഓൾജി നോബിൾസ് മരിക്കുന്നതിന് 1 മാസം മുൻപാണ് ആദ്യമായി ലീറ്റയുടെ ശരീരത്തിൽ ആഴ്സനിക് പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും നടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾജി മരിച്ചതിനു ശേഷവും ലീറ്റയ്ക്ക് വിഷബാധയേറ്റിരിക്കുന്നു, അതും വലിയ അളവിൽ. അതിനർത്ഥം ലീറ്റയുടെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഓൾജി നോബിൾസ് അല്ല, മറ്റാരോ ആണ്. ഈ ഒരു കണ്ടെത്തൽ കേസിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയി. അതായത് ഓൾജിയുടെ മരണവും കൊലപാതകമാണോ എന്നതായി പോലീസുകാരുടെ സംശയം. ഇതോടെ നോബിൾസ് കുടുംബത്തിന്റെ വീട്ടിൽ പോലീസ് വിശദമായ പരിശോധനകൾ നടത്തി. അടുക്കളയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഫ്രിഡ്ജ്, വാട്ടർ ടാങ്ക് ഉൾപ്പെടെ അങ്ങനെ എല്ലാ സാധനങ്ങളും പരിശോധിച്ചെങ്കിലും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ലീറ്റ നോബിൾസിന്റെ അനുമതിയോടുകൂടി ഓൾജിയുടെ മൃതദേഹം കല്ലറയിൽ നിന്നും പുറത്തെടുത്തു. അതിനോടകം അദ്ദേഹം മരിച്ചിട്ട് 5 മാസങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിലും ആ ശരീരാവശിഷ്ടങ്ങൾക്ക് ഒരു വലിയ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയാനുണ്ടായിരുന്നു. ഓൾജി നോബിൾസിൻ്റേത് ഒരു നോർമൽ ഡെത്ത് ആയിരുന്നില്ല, അത് ഒരു കൊലപാതകമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങളിൽ നിന്നും വലിയ അളവിൽ ആഴ്സനിക് എന്ന വിഷം കണ്ടെത്തി. ആ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്താൻ ആരോ അതിവിദഗ്ധമായി പ്ലാൻ ചെയ്തിരിക്കുന്നു. അതിൽ ഓൾജിയെ കൊലപ്പെടുത്തിയ കില്ലർ ഇപ്പോൾ ലീറ്റയെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ആ കുടുംബത്തെ അടുത്തറിയാവുന്ന, അവരുടെ വീട്ടിലേക്ക് ഏത് സമയവും കയറി ചെല്ലാൻ അനുമതിയുള്ള ഒരാളായിരിക്കും കില്ലറെന്ന് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പോലീസ് തീരുമാനിച്ചു. ഓൾജിയും ലീറ്റയും ഒരു പ്രത്യേക സ്വഭാവക്കാരായിരുന്നു. ആരോടും അധികം അടുപ്പം പുലർത്താറില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് വരുന്നവരുടെ എണ്ണവും കുറവാണ്. ഇത് പോലീസുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. കാരണം ആ വീട്ടിലേക്ക് സ്ഥിരമായി വന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൽ 2 പേർ മാത്രമേ ഉൾപ്പെട്ടുള്ളൂ. ഒന്ന് ഓൾജിയുടെയും ലീറ്റയുടെയും മകനാണ്. പക്ഷേ തന്റെ മകൻ തങ്ങളോടൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നും അവനെ പൂർണ്ണമായും വിശ്വസിക്കാമെന്നുമാണ് ലീറ്റ നോബിൾസ് പറയുന്നത്. പോലീസുകാർ നടത്തിയ ചോദ്യം ചെയ്യലിലും അദ്ദേഹം ഇത് ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് തിമോത്തി സ്കോഗിൻ. അതായത് നോബിൾസ് ഫാമിലിയുടെ ബിസിനസ് അടുത്തിടെ വിലയ്ക്ക് വാങ്ങിയ വ്യക്തിയായിരുന്നു തിമോത്തി സ്കോഗിൻ. പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ട് ഓൾജിക്കും ലീറ്റയ്ക്കും തങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതിനാലാണ് അവർ തങ്ങളുടെ ഏജൻസി തിമോത്തിക്ക് വിറ്റത്. മുഴുവൻ പണവും നൽകിക്കൊണ്ടുള്ള ഒരു കച്ചവടമായിരുന്നില്ല അത്. 25% തുക റെഡി ക്യാഷായും ബാക്കി എല്ലാ മാസവും തവണകളായി തന്നു തീർക്കാമെന്നുമായിരുന്നു തിമോത്തി സ്കോഗിനും ഓൾജി നോബിൾസും തമ്മിലുള്ള കരാർ. അതിനുശേഷമാണ് അയാൾ നോബിൾസ് ഫാമിലിയുമായി കൂടുതലായി അടുക്കുന്നതും ആ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി മാറിയതും. എന്നാൽ തിമോത്തി സ്കോഗിനെ സംശയിക്കാനും ലീറ്റ തയ്യാറായിരുന്നില്ല. അവൻ തങ്ങളെ രണ്ടാളെയും പാരൻസിനെ പോലെയാണ് കണ്ടിരുന്നത് എന്നും ഒരിക്കലും അവനെങ്ങനെ ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നുമാണ് ലീറ്റ പറഞ്ഞത്. പക്ഷേ ഏജൻസി വിലയ്ക്ക് വാങ്ങിയ ഇനത്തിൽ തിമോത്തി നല്ലൊരു തുക കൊടുക്കാനുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഇത് ചെയ്തത് അവനായിരിക്കുമെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ തിമോത്തി സ്കോഗിൻ എവിടെ നിന്നും വന്നു, നോബിൾസ് ഫാമിലിയുടെ ഏജൻസി വാങ്ങുന്നതിന് മുൻപ് അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നെല്ലാം അന്വേഷിച്ചപ്പോൾ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റു 2 കൊലപാതകങ്ങളുടെ കഥയായിരുന്നു. 33 വയസ്സുകാരനായ തിമോത്തി സ്കോഗിൻ വിവാഹം കഴിച്ചിട്ടില്ല. സാൻ ആഞ്ചലോയിലേക്ക് വരുന്നതിന് മുൻപ് അവൻ ടെക്സാസിൽ തന്നെയുള്ള ലാനോ എന്ന മറ്റൊരു സിറ്റിയിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അവൻ നോർട്ടൺ ഫാമിലിയിലെ അവസാന തലമുറയിൽപ്പെട്ട 2 വയോധികരെ പരിചയപ്പെടുന്നത്. 83 വയസ്സുള്ള കോർഡേലിയ നോർട്ടനും 75 വയസ്സുള്ള കാതറിൻ നോർട്ടനും.
വിവാഹം കഴിച്ചിട്ടില്ലാത്ത 2 സഹോദരിമാർ. ഇരുവരും ചില്ലറക്കാരല്ല. ഗ്രാനൈറ്റ് ഖനനത്തിലൂടെ കോടികൾ സമ്പാദിച്ച ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇരുവരും വിവാഹം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കോടികൾ വിലമതിക്കുന്ന അവരുടെ സ്വത്തിന് ഇരുവരുടെയും കാലശേഷം അവകാശികളില്ല. കാറ്റിൽ ഫാം നടത്തിപ്പും ബിയർ ഫാക്ടറിയുമെല്ലാമായി വരുമാനം വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. നിലവിൽ അവരെ തളർത്തിയിരുന്ന ഒരേ ഒരു പ്രശ്നം കൊട്ടാരം പോലൊരു വീട്ടിലുള്ള ഏകാന്തവാസമായിരുന്നു. എത്ര തന്നെ പണമുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആ വീട് അവർക്കൊരു ജയിൽ പോലെയായിരുന്നു. അങ്ങനെയുള്ള ആ വീട്ടിലേക്ക് നോർട്ടൺ സഹോദരിമാർ അനുഭവിച്ചിരുന്ന മടുപ്പിക്കുന്ന ആ ഏകാന്തത അവസാനിപ്പിക്കാനെത്തിയ വ്യക്തിയായിരുന്നു തിമോത്തി സ്കോഗിൻ. അവൻ ആ വീട്ടിലെ പണികളെല്ലാം ചെയ്യും. ഭക്ഷണം പാകം ചെയ്യും, ഡ്രൈവറായി ജോലി ചെയ്യും, ഗാർഡൻ വർക്ക് ചെയ്യും. അങ്ങനെ ആ വീട്ടിലെ A to Z കാര്യങ്ങൾ തിമോത്തി ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ഒന്ന് സംസാരിച്ചിരിക്കാനും തങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാനുമെല്ലാമായി ഒരാൾ വേണമെന്നുള്ളത് നോർട്ടൺ സഹോദരിമാരുടെ ആഗ്രഹമായിരുന്നു. അതാണ് അവൻ സാധിച്ചു കൊടുത്തത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ തിമോത്തി സ്കോഗിൻ അവർക്കൊരു മകനെ പോലെയായി. തുടർന്നുള്ള അവരുടെ എല്ലാ യാത്രകളിലും, അതിപ്പോൾ വെക്കേഷൻ ട്രിപ്പുകളാണെങ്കിലും ബിസിനസ് ട്രിപ്പുകളാണെങ്കിലും തിമോത്തി ഉണ്ടാവും. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെറും ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ കോർഡീലിയ നോർട്ടനും കാതറിൻ നോർട്ടനും മരണപ്പെട്ടത്. കാതറിൻ നോർട്ടനാണ് ആദ്യം മരിച്ചത്. എന്നാൽ സഹോദരിയുടെ മരണത്തോടെ മാനസികമായി തളർന്ന കോർഡീലിയ തൊട്ടടുത്ത ദിവസം തന്നെ മരണപ്പെടുകയായിരുന്നു. പ്രായത്തിൻ്റെതായ അസുഖങ്ങൾക്കൊപ്പം ഹൃദയാഘാതവും ഉണ്ടായതാണ് മരണകാരണമെന്നതായിരുന്നു ഡോക്ടേഴ്സിന്റെ കണ്ടെത്തൽ. ഇരുവർക്കും ബന്ധുക്കളാരുമില്ലാത്തതുകൊണ്ട് തന്നെ ആരും കൂടുതലായൊന്നും അന്വേഷിക്കാനും നിന്നില്ല. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഓൾജി നോബിൾസ് കൊല ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടെത്തിയതും അതിന്റെ കാരണക്കാരൻ തിമോത്തി സ്കോഗിനാണെന്നുള്ള സംശയങ്ങൾ ബലപ്പെടുകയും ചെയ്തതോടെ നോർട്ടൺ സഹോദരിമാരുടെ മരണവും സംശയത്തിന്റെ നിഴലിലായി. കാരണം അവരുടെ കൂടെ അവസാനമായി ഉണ്ടായിരുന്ന വ്യക്തി തിമോത്തിയാണ്. ഇതോടെ കോർഡീലിയ നോർട്ടന്റെയും കാതറിന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. കാരണം ഓൾജിയുടേതുപോലെ തന്നെ സ്കെലിറ്റൽ റിമെയിൻസിൽ നിന്നും ആഴ്സനിക്കിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസുകാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ നോർട്ടൺ സഹോദരിമാരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നതിന് പകരം ദഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് പോലീസുകാരുടെ പ്രതീക്ഷകളെ തകർത്തു കളഞ്ഞു. തിമോത്തി സ്കോഗിൻ തെളിവുകൾ നശിപ്പിക്കാനായാണ് ആ മൃതദേഹങ്ങൾ ദഹിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. പക്ഷേ ഇനി അതെങ്ങനെ കണ്ടെത്തും? ആകെയുള്ളത് ഇരുവരുടെയും ഒരു പിടി ചിതാഭസ്മം മാത്രമാണ്. അത് വെച്ച് നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ആത്മവിശ്വാസം കൈവിടാതെ കേസുമായി മുന്നോട്ട് പോയി. രാജ്യത്തുടനീളമുള്ള ക്രൈം ലാബുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും സഹായം തേടിയെങ്കിലും അവരെല്ലാം പിന്മാറി. കാരണം സാധാരണയായി 2000 ഫാരൻഹീറ്റിൽ 3 മണിക്കൂറോളം സമയമെടുത്താണ് ഓരോ മൃതദേഹങ്ങളും ദഹിപ്പിച്ച് ചാരമാക്കുന്നത്. അതിനാൽ തന്നെ അതിൽ നിന്നും തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ ടെക്സാസ് ക്രൈം ലാബിലെ ടോക്സിക്കോളജിസ്റ്റായ റോഡ് മക്കാച്ചിൻ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. ആഴ്സനിക് എന്ന് പറയുന്നത് ഒരു മെറ്റലോയിഡാണ്. അത് മെറ്റലിന്റെ ഗുണങ്ങൾ കാണിക്കും. അതിനാൽ എത്ര തന്നെ ചൂടേറ്റാലും ആഴ്സനിക്കിന് രൂപമാറ്റം വരുമെന്നല്ലാതെ അത് പൂർണ്ണമായും നശിച്ചു പോവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നോർട്ടൺ സഹോദരിമാരുടെ ചിതാഭസ്മത്തിൽ നിന്നും ആഴ്സനിക് കണ്ടെത്താൻ കഴിയുമെന്ന് റോഡ് മക്കാച്ചിൻ ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം പരീക്ഷണം ആരംഭിച്ചു. കളറോമെട്രിക് ടെസ്റ്റിംഗ് എന്നാണ് ഈ പരീക്ഷണത്തെ പറയുന്നത്. ആദ്യം ഒരു ബീക്കറിൽ കോർഡേലിയ നോർട്ടന്റെ ചിതാഭസ്മം എടുത്തു. അതിലേക്ക് സൾഫ്യൂറിക് ആസിഡ് മിക്സ് ചെയ്ത് ഓർഗാനിക് മെറ്റീരിയലുകളെല്ലാം ദ്രവിപ്പിച്ചു. ശേഷം അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും മിക്സ് ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബീക്കറിൽ ആഴ്സനിക് ഉണ്ടെങ്കിൽ അത് പ്രതിപ്രവർത്തിക്കുകയും കുമിളകൾ രൂപപ്പെട്ട് ആ ബീക്കറിലെ ലായനി ഒരു പർപ്പിളിഷ് വയലറ്റ് കളറിലേക്ക് മാറും. ഇനി ആഴ്സനിക്കിന്റെ അളവ് അമിതമാണെങ്കിൽ ലായനിയുടെ കളർ കടും പർപ്പിൾ നിറമാവും. റോഡ് മക്കാച്ചിൻ നടത്തിയ പരീക്ഷണത്തിൽ ലായനിയുടെ കളർ കടും പർപ്പിൾ നിറത്തിലേക്കാണ് മാറിയത്. അതായത് കോർഡേലിയ നോർട്ടന്റെ ശരീരത്തിൽ അമിതമായ അളവിൽ ആഴ്സനിക് എത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം. പിന്നീട് കാതറിൻ നോർട്ടന്റെ ചിതാഭസ്മം വെച്ച് നടത്തിയ പരീക്ഷണത്തിൽ കൃത്യമായ റിസൾട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാളുടെയും മരണം നോർമൽ ഡെത്ത് അല്ല എന്നും കൊലപാതകങ്ങളാണ് എന്നും പ്രഖ്യാപിക്കപ്പെട്ടു.
തുടർന്ന് നോർട്ടൺ സഹോദരിമാരെയും ഓൾജി നോബിൾസിനെയും വിഷം കൊടുത്തു കൊന്നതിനും ലീറ്റ നോബിൾസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും തിമോത്തി സ്കോഗിൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ലെങ്കിലും എല്ലാ തെളിവുകളും അവനെതിരായിരുന്നു. ഒടുവിൽ കേസ് വിചാരണയ്ക്കായി കോടതിയിലെത്തി. തിമോത്തി സ്കോഗിൻ തന്റെ ഇരകളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതിന്റെ യഥാർത്ഥ കാരണമെന്താണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വിശദീകരിച്ചു. മുൻപ് ഒരു ക്രിമിനൽ കേസുകളിലും പെട്ടിട്ടില്ലാത്ത തിമോത്തി സ്കോഗിൻ യഥാർത്ഥത്തിൽ ഒരു ആട്ടിൻതോലിട്ട ചെന്നായാണ്. നോർട്ടൺ സഹോദരിമാരുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് അവൻ അവരുടെ വീട്ടിൽ ജോലിക്കെത്തിയതും അമിതമായ വിനയവും സ്നേഹവും നടിച്ച് അവരുടെ ഇഷ്ടം നേടിയെടുത്തതും. കുറച്ചുകാലം എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് കൂടെ നിന്നാൽ അവരുടെ സ്വത്തിൽ നല്ലൊരു ഭാഗം കൈവശപ്പെടുത്താമെന്ന് തിമോത്തി സ്വപ്നം കണ്ടിരുന്നു. നോർട്ടൺ സഹോദരിമാർ തയ്യാറാക്കുന്ന വിൽപത്രത്തിൽ തനിക്കെന്തെങ്കിലും കിട്ടുമെന്നും അയാൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അവർ തയ്യാറാക്കിയ വിൽപത്രത്തിൽ തിമോത്തിക്കായി ഒന്നും തന്നെ നീക്കിവെച്ചിരുന്നില്ല. അതിന്റെ പ്രതികാരമായിട്ടായിരുന്നു അവൻ രണ്ടുപേരെയും വിഷം കൊടുത്തു കൊന്നത്. ഇരുവരും മരിക്കുന്നതിന് മുൻപ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന $30,000 ചെക്ക് ഫോർജറി നടത്തി തിമോത്തി കൈവശപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബന്ധുക്കളാരുമില്ലാത്തതിനാൽ മരണാനന്തര ചടങ്ങുകളെല്ലാം മുന്നിൽ നിന്ന് നടത്തിയത് തിമോത്തിയായിരുന്നു. അങ്ങനെയാണ് തെളിവുകൾ നശിപ്പിക്കുന്നതിനായി 2 മൃതദേഹങ്ങളും ദഹിപ്പിച്ചു കളയാൻ അവൻ തീരുമാനിച്ചത്. പിന്നീട് അവൻ സാൻ ആഞ്ചലോയിലേക്ക് താമസം മാറി. അവിടെ വെച്ചാണ് തിമോത്തി സ്കോഗിൻ ഓൾജിയെയും ലീറ്റയെയും പരിചയപ്പെടുന്നത്. നോർട്ടൺ സഹോദരിമാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച $30,000 അവൻ ഓൾജി നോബിൾസിന്റെ എയർ കണ്ടീഷനിംഗ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് ആ ഏജൻസി തന്നെ വിലയ്ക്ക് വാങ്ങി. 25% തുക മാത്രമാണ് അവൻ റെഡി ക്യാഷായി കൊടുത്തത്. ബാക്കി പണം എല്ലാ മാസവും തവണകളായി നൽകാമെന്നതായിരുന്നു കരാർ. എന്നാൽ തിമോത്തി സ്കോഗിന് ആ തുക തിരിച്ചു നൽകാൻ താല്പര്യമില്ലാതായി. അങ്ങനെയാണ് ഓൾജിയെയും ലീറ്റയെയും കൊലപ്പെടുത്താൻ അവൻ തീരുമാനിച്ചത്. ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നതിന് മുൻപ് നോർട്ടൺ സഹോദരിമാരുടെയും നോബിൾസ് ഫാമിലിയുടെയും വിശ്വാസം നേടിയെടുക്കുന്നതിൽ തിമോത്തി വിജയിച്ചിരുന്നു. അവരുടെ വീടുകളിലേക്ക് ഏത് സമയത്തും അവന് കയറി ചെല്ലാം. ഡിന്നറിൽ പങ്കെടുക്കാം. കിച്ചണിൽ കയറി ഭക്ഷണം പാകം ചെയ്യാം. ഇങ്ങനെ എല്ലാ സ്വാതന്ത്ര്യവും നേടിയെടുത്തതിനു ശേഷം അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആഴ്സനിക് കലർത്തിയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്. പക്ഷേ ലീറ്റ നോബിൾസിന്റെ അതിശയിപ്പിക്കുന്ന പ്രതിരോധ ശേഷിയാണ് പ്രതിയെ കുടുക്കിയത്. ഒരു മനുഷ്യനെ കൊലപ്പെടുത്താൻ പോകുന്ന ആഴ്സനിക്കിന്റെ ഇരട്ടി അളവാണ് ലീറ്റ നോബിൾസിന്റെ ശരീരത്തിലെത്തിയത്. എന്നിട്ടും അവരുടെ ശരീരം അത് പ്രതിരോധിച്ചു. അങ്ങനെ മറ്റും നടന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഒരിക്കലും തെളിയിക്കപ്പെടില്ലായിരുന്നു. എന്തിന് നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് പോലും ആരും അറിയാതെ പോകുമായിരുന്നു. നോബിൾസ് ഫാമിലിയുടെ കേസിൽ മുടിയിൽ നിന്നുമാണ് ആഴ്സനിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെങ്കിൽ നോർട്ടൺ ഫാമിലിയുടെ കേസിൽ അത് ചിതാഭസ്മത്തിൽ നിന്നുമായിരുന്നു. ഈ കണ്ടെത്തലുകളാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കിയത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.